ഹലോ, നമസ്കാരം. ഞാനിന്ന് എൻ്റെ കടേൻ്റെ പരിസരത്തുള്ള പാടവും അതിനോട് ചാരിയിട്ടൊരു അമ്പലമുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ പരിസരം ഒക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ഇവിടെ ആദ്യം നമുക്ക് പാടം കാണാം. പാടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഇവിടെ പാടത്ത് നിറച്ച് എള്ള് വിതച്ചതാണ്. അതിനോട് ചാരി കാണുന്നതൊക്കെ ഹോസ്പിറ്റലിൻ്റെ മതിലും പരിസരമാണ്. പാടത്ത് മൊത്തം എള്ള് വിതച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്ത സമയത്ത് ഇടയ്ക്കിടയ്ക്കുള്ള മഴ കാരണം എള്ളൊക്കെ നശിച്ചു പോയതാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ പാടത്തിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്നു, അത് ഫുള്ളായിട്ട് പന്ത് കളിക്കുന്ന സ്ഥലം. കുട്ടികൾ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നു. കുറേ ദിവസങ്ങൾ അവിടെ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുട്ടികൾ വെറുതെ കളിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇത് കണ്ടതൊക്കെയാണ് എള്ള് മഴ പെയ്തിട്ടേ ആകെ നാശമായിപ്പോയി. എള്ള് നന്നായിട്ട് കായ വന്നതായിരുന്നു. അപ്പോഴേക്കാണ് മഴ വന്ന് ഫുള്ള് നാശമായിട്ടിരിക്കുകയാണ്. ഈ പാടം മൊത്തം എള്ളായിരുന്നു. ഇവിടെ പിന്നെ കുട്ടികൾ കളിക്കുന്ന ഏരിയ. പന്ത് കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ വെള്ളം ചെളിയായിട്ട് കിടക്കുകയാണ്. പിന്നെ അപ്പുറം കാണുന്ന നമ്മളെ ചേണ്ടി അങ്ങാടിയാണ്. നമ്മളെ അങ്ങാടീൻ്റെ പരിസരത്ത് തന്നെയാണ് അമ്പലവും ഈ പാടവും അതേമാതിരി ഹോസ്പിറ്റലും ഒക്കെ വരുന്നത്. ഇനി എന്തായാലും നമുക്ക് അമ്പലം കൂടെ ഒന്ന് കാണാം. അമ്പലം കാണിച്ചു തരാം കേട്ടോ. അമ്പലത്തിലേക്ക് പോണ വഴിയാണിത്. പാടത്തിൻ്റെ നടുക്ക് കൂടെ ഒരു വഴിയാണ് കേട്ടോ. പാടത്ത് നെല്ലൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടെ ആൾക്കാർ വഴി നടന്നിട്ട് അങ്ങനെ ഒരു സ്ഥലമാവുന്നതാണ്. അപ്പുറത്ത് കൂടെ വരമ്പുണ്ട്. വരമ്പത്ത് കൂടെ ഇപ്പോൾ ആരും നടക്കാറില്ല, കാരണം ഫ്രീ ആയി കിടക്കുമല്ലേ. അത് കാരണമാണ് പാടത്തിൻ്റെ നടുക്ക് കൂടെയൊക്കെ വഴി നടക്കുന്നത്. ഇതൊക്കെ പാടത്തിൻ്റെ അരുവിൽ കൂടെയുള്ള വഴിയാണ്. അമ്പലത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലമാണ് കാണുന്നത്. ഒരു കുടുംബക്ഷേത്രമാണ്. അത് കാരണം കൂടുതൽ ആളുകളൊന്നും വരുന്നൊരു അമ്പലമല്ല. അവർ ആ കുടുംബത്തിലുള്ള ആളുകൾ മാത്രമാണ് കൂടുതൽ അവിടെ പ്രാർത്ഥിക്കാനും തൊഴാനൊക്കെ വരുന്നത്. നല്ല അമ്പലമാണ്. പൂരങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. ഈ പാടത്തായിരുന്നു ഫുള്ളായിട്ട് പരിപാടികളൊക്കെ നടന്നിരുന്നത്. കണ്ടോ ഈ പാടത്താണ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. പൂരത്തിന് വേലകള വരവും എല്ലാം അവിടെ ആയിരുന്നു. ഇപ്പം അതൊക്കെ നിർത്തി വെച്ചിട്ട് 10-12 വർഷമായി. ഇപ്പോൾ നിത്യപൂജ ഉണ്ട്, രാവിലെ ഒരു നേരം മാത്രം. ഇതാണ് അമ്പലം. ഒന്ന് കണ്ടു നോക്കൂ. ഇത് മോട്ടറും പെരയാണ്. ഈ ആലിൻ്റെ മുകളിലുണ്ട് നിറയെ വവ്വാലുകളുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ അവർ പാറി പോയിട്ടുണ്ട്. ഫുള്ള് ഇല ഇല്ലാത്ത സമയത്ത് കറുത്ത നിറത്തിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവില്ല, കായ് കിടക്കുന്നതായി തോന്നും. അത്രയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇനി അമ്പലക്കുളം കാണാം കേട്ടോ. അമ്പലത്തിൻ്റെ മുറ്റത്തേക്കാണ് ഇപ്പോൾ നമ്മൾ കയറുന്നത്. അമ്പലക്കുളത്തിലൊന്നും വെള്ളമില്ലാതെ കിടക്കുക. കണ്ടോ, അടിയിലൊരു ലേശം വെള്ളമേ ഉള്ളൂ, കുറച്ച് വെള്ളമൊക്കെ വറ്റി വേനലായപ്പോഴേ. ഇനി മഴ ചെയ്താൽ ഫുള്ള് വെള്ളമായി. അതിൽ നിറയെ മീനുണ്ടാവും. പാടത്തേക്കൊക്കെ ഈ കുളത്തുനിന്ന് മീനൊക്കെ ഇറങ്ങാറുണ്ട്. നല്ല വലിയ വലിയ മീനൊക്കെ ഉണ്ടാവും. ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ പരിസരം. ഇതെങ്ങനെയാ വെച്ചാൽ ഈ കുടുംബക്ഷേത്രം ആയത് കാരണേ ഇവിടെയുള്ള ആ വീട്ടുടമകളും അവരെ വേണ്ടപ്പെട്ട ആളുകളും മാത്രമാണ് ഇപ്പോൾ ഈ അമ്പലത്തിൽ വരാറുള്ളത്. അത് കാരണമാണ് ഇവിടെ കൂടുതൽ ആളില്ലാത്തത് തന്നെ. അല്ലെങ്കിൽ നിറച്ച ആളുകൾ വന്ന് തൊഴുതിരുന്ന ഒരു അമ്പലമായിരുന്നു. എന്താ വെച്ചാൽ ഇവിടെ ഈ പഴയ കാലത്തെ ചിട്ടയിലാണ് ഇപ്പോഴും പോകുന്നത്. പുറത്തുള്ള ആളുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, പുറത്ത് നിന്ന് തൊഴാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആ ചിട്ട കാരണമാണ് കൂടുതൽ ആളുകൾ വരാതിരിക്കുന്നത്. കണ്ടോ, ഈ ആൽമരത്തിൽ നിറയെ വവ്വാലുകൾ ഉണ്ടാവൽ ഇപ്പം കാണുന്നില്ല. ഇതൊക്കെയാണ് നമ്മളെ പരിസരം, അമ്പലമൊക്കെ. അമ്പലത്തിൻ്റെ പരിസരമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത് പാടത്തേക്ക്.
ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പാടത്തിൻ്റെ വരമ്പത്ത് കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. വരമ്പത്ത് കൂടെ ഒന്നും നടക്കാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സെത്തി മാന്തിയൊക്കെ ഇട്ടിട്ട് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോവും. ആ രീതിയിലാണ് വരമ്പത്ത് കൂടെ നടക്കുമ്പോൾ. പിന്നെന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, ഇവിടെ വെള്ളം കെട്ടി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ കുളത്തുനിന്ന് മീൻ ചാടിയാൽ അതിൽ ഫുള്ള് മീനുണ്ടാവും. എന്നിട്ട് ആളുകൾ വലയിട്ടൊക്കെ പിടിക്കും അവിടുന്ന്. പിന്നെ ആ ഭാഗത്തൊക്കെ അത് മരച്ചീനികളാണ്. നിറയെ പാടം നെൽകൃഷിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മരച്ചീനി വാഴയൊക്കെ വെക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കർഷകരാണ്. എല്ലാം ഉണ്ടാക്കുന്ന ആളുകളാണ് ഇവിടെയൊക്കെ. കാണിച്ചു തരാം. മരച്ചീനി വാഴ എല്ലാം ഉണ്ട്. മീനു വാ, അവിടെ കാണിച്ചു. അത് കണ്ടോ, അതൊക്കെ എള്ളാണ് കേട്ടോ. അവിടെ നിൽക്കുന്നതൊക്കെ എള്ളാണ്. നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഭാഗം ഞങ്ങളെ കടയാണ് കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് ചേണ്ടി പരിസരമാണ് കാണുന്നത്. ഇതാ ഇവിടെയൊക്കെ ഫുള്ള് എള്ളാണ്. വൃദ്ധ നശിച്ചു പോയി. ആളുകൾക്കൊരു ലാഭം കിട്ടാത്തൊരവസ്ഥയിലായി മഴ പെയ്ത് നാശമായിട്ട്. എന്താ മരച്ചീനിയാണത്. ഇവിടെയൊക്കെ മരച്ചീനി നട്ടതാണ്. വാഴയൊക്കെ വെച്ച് പിടിപ്പിച്ചാണ്. വാഴ ആ സൈഡിൽ കൂടെ ഇത് ഫുള്ള് മരച്ചീനിയാണ്. ആ സൈഡിലൊക്കെ വാഴയുണ്ട്. മരച്ചീനിൻ്റെ മറവാണ് കാരണം കാണാതിരിക്കാൻ. ഭാഗത്തൊക്കെ വാഴ നട്ടിട്ടുണ്ട്. ഉണ്ടല്ലോ, അത് നാശാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഇത്രയും വലിയ തടാക്കി എടുത്തിട്ടുള്ളത്. ഇതിന് 2 മാസം കൂടി കഴിഞ്ഞാൽ പറിക്കാനായിട്ടുണ്ടാവുന്നുണ്ട്. കുറച്ചൊക്കെ ആയതാണ്. ഇനി ഞാൻ തിരിച്ച് എൻ്റെ കടയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ കടേൻ്റെ അവിടേക്കാണ് ഇപ്പോൾ ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിസരത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്ന കടേൻ്റെ പരിസരവും ഒക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്കൊന്ന് പോവാം. അവിടെ കാണിച്ചു തരാം. കടേൻ്റെ അവിടെ എത്തട്ടെ. പാടത്ത് കൂടെ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് നടക്കാൻ കഴിയില്ല. ഇപ്പം മഴ പെയ്തിട്ടാകെ തേക്കി പോവുകയും ചെയ്യും. നടക്കുമ്പോൾ ചളി കണ്ടില്ലേ, ഫുട്ബോൾ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ചളി കെട്ടി കിടക്കുക കുട്ടികൾ കളിച്ചിട്ട്. ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടാണ് കണ്ടത്. കവാടം, കോമ്പൗണ്ടിൻ്റെ കവാടം. കുടുംബാരോഗ്യ കേന്ദ്രം കടയുടെ ബാക്കിലുള്ള ഭാഗം ഞാൻ ഇന്നാളെ കുറച്ച് ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് കൃഷികൾ ഓരോന്നുണ്ടാക്കുന്നതാണ്. അധികം കൂടുതലുള്ള തെങ്ങ്, വാഴ അങ്ങനെയുള്ളത്. പിന്നെ പച്ചക്കറികൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. വെള്ളരിക്ക, കുമ്പളം, മത്തൻ, അങ്ങനെ വെണ്ട, പയർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കൃഷിയിലായതുകൊണ്ട് കുറച്ച് വെള്ളമായപ്പോൾ തന്നെ ഇവിടെ ഇപ്പം അല്ലിറക്കാൻ വേണ്ടി വന്ന വണ്ടിയൊക്കെ താന്ന് JCBക്കൊക്കെ വലിച്ചെടുത്ത് പോയിട്ടല്ലേ. കണ്ടോ, ഫുള്ളായിട്ട് ഇവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. കുറേ ഭാഗമുണ്ട്. അങ്ങോട്ട് ഒന്നും പോകാൻ കഴിയില്ല. അവിടെ ചളിയായത് കാരണം പോകാൻ കഴിയുന്നില്ല. ഇനി ഞാൻ ഗവൺമെൻറ് ആശുപത്രീൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. വരും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറഞ്ഞു കേട്ടോ. അഡ്മിറ്റ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇവിടെ അഡ്മിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ രോഗികൾ വന്ന് കണ്ടുപോകാൻ അഡ്മിറ്റും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ നാശമായി കിടക്കുകയാണ്. എനിക്ക് പേര് തെക്ക് മടങ്ങുന്നില്ല. നടക്ക് ഇതിങ്ങനെ ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. OP ഒക്കെ അവിടെയാണ്. പിന്നെ അപ്പുറത്ത് മരുന്ന് കൊടുക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ആളുകളുണ്ട്. അതുകൊണ്ട് പിന്നെ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഓക്കെയാണ്. ഇതങ്ങനെ പറഞ്ഞെടുക്കണേ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.